ഹലോ എവരിവൺ, ഒരു പരീക്ഷാകാലമാണ് ഇനി നമ്മളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഇനി പ്രിപ്പറേഷൻ ടൈമായിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ. പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് പഠനം മാറ്റിവെച്ച് എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഏത് പഠിക്കണം എന്നറിയാതെ ടെൻഷൻ അടിച്ച് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ? എങ്കിൽ ആ ശീലം നിങ്ങൾ മാറ്റിയേ പറ്റൂ. എങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയി പഠിക്കണം, ഏത് ചാപ്റ്ററാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ബിസിനസ് സ്റ്റഡീസ് ഒരു തിയറി പേപ്പറാണ്. 11ഓളം ചാപ്റ്ററുകളാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓരോരോ ചാപ്റ്ററിനും അതിൻ്റെതായ വ്യത്യസ്തതയുണ്ട്. ക്ലിയർ ആണോ? നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, ആ ചാപ്റ്ററിൽ ഏകദേശം 7 മാർക്കിന് എക്സാമിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സെറ്റല്ലേ? സോ 3 മാർക്ക് മുതൽ ഷോർട്ട് എസ്സേ വരെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 9 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? സയന്റിഫിക് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസുമാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ബിസിനസ് എൻവിറോൺമെന്റ് ആണ്, അല്ലേ? എലമെന്റ്സ് ഓഫ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്, ആ ഭാഗമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കിടക്കുന്നത് ഇതിലോട്ടാണ്. യെസ്, മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിനാണ്. 14 മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. സെറ്റല്ലേ? ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻസിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എത്ര മാർക്കിനാ? യെസ്, 12 മാർക്കിനോളം ആ ചാപ്റ്ററിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 8 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് പ്ലാനിങ്, അല്ലേ? അടുത്തതോ ഓർഗനൈസിങ്ങും കൺട്രോളിങ്ങുമാണ്. ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 7 മാർക്കിന് വരെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് എന്ന ചാപ്റ്ററിൽ 5 മാർക്കിനാണ് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സോ ആ രീതിയിലായിരിക്കണം നമ്മൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആയ ഈ ചാപ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻസ്. ക്ലിയർ അല്ലേ? ഇനി നമ്മളുടെ സെക്കൻഡ് പാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററാണ് മാർക്കറ്റിംഗ്, അല്ലേ? നമ്മളുടെ ഓൾ 11 ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. 17 മാർക്കിന് വരെ മാർക്കറ്റിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ ആണല്ലോ? സോ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലേ? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് 13 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കാം. സോ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. സെറ്റ് അല്ലേ? ഇനി അവസാനത്തെ ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ കൺസ്യൂമർ റൈറ്റ്സ്, കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 5 ആണ്. ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഓരോരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കിയിട്ട് ആയിരിക്കണം നമ്മൾ എന്തിലും പ്രിപ്പയർ ചെയ്യേണ്ടത് ഓരോ എക്സാമിനും. ഇനി വരുന്ന മോഡൽ എക്സാമിനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനും പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ സെറ്റ് അല്ലേ? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് മാർക്കറ്റിംഗ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററുകൾക്കാണ്. സോ ആ ചാപ്റ്ററിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിലെ ഭാഗങ്ങളും അതിലെ ടോപ്പിക്കുകളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ സമയം ഒട്ടും വൈകിട്ടില്ല മക്കളെ. ഇന്നു മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സൈലത്തിൻ്റെ ഉറപ്പാണ്.